എനിക്ക് എന്തിനു വേറൊരു സൂര്യോദയമില്ല. അതിനകത്ത് അത് എഴുതിയിട്ട് അപ്പം ആ കടലാസ് എടുത്ത് ഒരു ഹീറോ എന്തൊക്കെ ചെയ്തൊക്കെ വള്ളം ഉണ്ടാക്കുന്നതൊക്കെ ചെയ്തിട്ട് ഒരു വാഴത്തോപ്പിൽ എനിക്ക് തോന്നി കൃത്യമായിട്ട് ആ വരികൾ ആ സംഗീതത്തിൻ്റെ നദിയിലേക്ക് ഒഴുക്കി വിട്ട പോലെ എനിക്ക് തോന്നി. അത്ര രസകരമായിരുന്നു വിഷ്വലൈസേഷനും. ആ വരികളും അതാണല്ലോ, എന്തിനു വേറൊരു സൂര്യോദയം നീൻ പൊന്നുഷ സന്ധ്യയിൽ കൊണ്ട് മൂടുന്നു വൃന്ദാവന. സിന്ദൂരമണിയുന്നു രാഗാംബരം. അതാണ് ഞാൻ അതിലെ സിനിമയിലെ കഥാപാത്രവുമായിട്ട് ഏറ്റവും സിംഗിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇനിയും ചിലമ്പണി എന്ന് പറയുന്നത്. കഥാപാത്രം തളർന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇനിയും ചിലമ്പണിയോ എന്ന് വളരെ ഡയറക്റ്റ് ആണ്, അത്രയും കൃത്യമായിട്ട്. ഇനിയും ചിലമ്പണിയോ എന്ന് അത് മാത്രം അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ട് പറയാം, ഈ പാട്ട് ഇവരെ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഈ RK സാർ പറഞ്ഞ പോലെ ഈ കർണാടക സംഗീതത്തിന്റെ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് പാട്ടുകൾ ചെയ്യുന്നത്. അപ്പൊ 2 കീർത്തനങ്ങളാണ് ഈ പാട്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം എന്തിനു വേറൊരു സൂര്യോദയം, അത് അത് അനുപല്ലവി എന്ത നേർച്ചിന എന്ന് പറഞ്ഞ കീർത്തനമാണ്. നിന്റെ നോപുരം മർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ, നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം, നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയൂ എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ, മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു സൂര്യോദയം.